1992 ഡോക്ടർ ഗാരി ചാപ്പൺ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ദ 5 ലവ് ലാംഗ്വേജസ്, ഹൗ ടു എക്സ്പ്രസ് യുവർ ഹാർട്ട്ഫെൽറ്റ് കമ്മിറ്റ്മെന്റ് ടു യുവർ മേറ്റ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ കൂടിയാണ് പ്രസിദ്ധമായ ലവ് ലാംഗ്വേജസ് എന്ന കോൺസെപ്റ്റ് പുറം ലോകം അറിയുന്നത്. തന്റെ നിരന്തരമായ ഒബ്സർവേഷനിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയ ചില കാര്യങ്ങളായിരുന്നു ഈ പുസ്തകം എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. അദ്ദേഹം മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലെത്തുന്ന കൗൺസിലിങ്ങിന് വിധേയരാകുന്ന പങ്കാളികളിൽ പലരും പലപ്പോഴും ആഗ്രഹിക്കുന്നത്ര അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള സങ്കടവുമായി എത്തിയവരാണ്. എന്നാൽ അവരുടെ പങ്കാളി പരമാവധി സ്നേഹം പ്രകടിപ്പിക്കുന്നുമുണ്ട്, എന്നാൽ ഇവർക്കത് ലഭിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതുമില്ല. ഉദാഹരണത്തിന്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്വാളിറ്റി ഗിഫ്റ്റ് കൊടുക്കുന്ന പാർട്ണർ, എന്നാൽ മറു പാർട്ണർ ആഗ്രഹിക്കുന്നത് ക്വാളിറ്റി ടൈമാണ്. ഇവിടെ ഒരു മിസ്മാച്ച് വരികയും അതൊരു മിസ് കമ്മ്യൂണിക്കേഷൻ ആവുകയും സ്നേഹിക്കപ്പെടുന്നില്ല എന്നും എത്രയൊക്കെ ചെയ്തു കൊടുത്താലും അതിനൊന്നും ഒരു വിലയുമില്ല എന്നുള്ള രീതിയിലേക്ക് പാർട്ണർ എത്തിച്ചേരുന്നതിനും കാരണമാകുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ഭാര്യമാരുണ്ട്, വീട്ടമ്മമാർ. അവര് വീട്ടിലുള്ള സകല ജോലികളും ചെയ്ത് തന്റെ പങ്കാളിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദിവസം ചെയ്തു കൊടുത്താലും എത്തിച്ചു കൊടുത്താലും അതിനൊന്നും യാതൊരു വാല്യൂവും കിട്ടാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും അവരുടെ പാർട്ണറിന്റെ ലവ് ലാംഗ്വേജ് ആക്ട് ഓഫ് സർവീസസ് അല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ വേർഡ്സ് ഓഫ് അഫോർമേഷൻ, നല്ല വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടിയാൽ മാത്രമാണ് അവിടെ സ്നേഹമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ലവ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നും ഇതിന് സൈക്കോളജിയിലുള്ള പ്രാധാന്യം എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ലവ് ലാംഗ്വേജസിന് പിന്നിലുള്ള സൈക്കോളജി എന്താണ്? ഇമോഷണൽ നീഡ്സ് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അല്ലെ? ഇമോഷണൽ നീഡ്സ് എപ്പോഴാണോ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത് അപ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, ആ ഒരു റിലേഷൻഷിപ്പിൽ സേഫ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നത്. അത് ഫീൽ ചെയ്യാത്തിടത്തോളം ആ ഒരു ഗ്യാപ്പ് അവിടെ നിലനിൽക്കുകയും അത് ഇവഞ്ച്വലി പല പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഒരു പരിധിവരെ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നിരീക്ഷണത്തിലൂടെയും നമ്മുടെ ചോദ്യങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കും രണ്ടുപേർക്കും. ആ ഒരു ബന്ധത്തിനും ആ ഒരു ബന്ധത്തിന്റെ സസ്റ്റൈനബിലിറ്റിക്കും അത് ഏറ്റവും പ്രധാനമാണ്. ഡോക്ടറിന്റെ പുസ്തകത്തിൽ ഐഡന്റിഫൈ ചെയ്തിരുന്ന 5 ലവ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? നമ്പർ 1 വേർഡ്സ് ഓഫ് അഫർമേഷൻ, നമ്പർ 2 ആക്ട്സ് ഓഫ് സർവീസസ്, നമ്പർ 3 റിസീവിംഗ് ഓർ ഗിവിംഗ് ഗിഫ്റ്റ്സ്, നമ്പർ 4 ഫിസിക്കൽ ടച്ച്, നമ്പർ 5 ക്വാളിറ്റി ടൈം. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോ ആദ്യത്തെ ലവ് ലാംഗ്വേജ് ഏതാണ് ഞാൻ പറഞ്ഞത്? യെസ്, വേർഡ്സ് ഓഫ് അഫർമേഷൻ. അതായത് തന്റെ പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ല വാക്ക്, അത് മാത്രം മതി എനിക്ക് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ലൊരു വാക്ക്, നീ ഇന്ന് കാണാൻ നന്നായിട്ടുണ്ട്, ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇന്ന് നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, നിന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള കൈൻഡ് ആയിട്ടുള്ള സ്നേഹപൂർവമായിട്ടുള്ള വാക്കുകൾ കേട്ട് അതിൽ കൂടി മനസ്സുകൊണ്ട് സേഫ് ആണ് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ. നമ്മൾ പറയുന്ന ഏതൊരു നല്ല വാക്കും, ഒരു ചെറിയൊരു സോറിയോ ഒരു ചെറിയൊരു താങ്ക് യു പോലും ഒരു വലിയ വ്യത്യാസം സൃഷ്ടിക്കും. നമ്പർ 2 ആക്ട്സ് ഓഫ് സർവീസസ് ആണ്. അതായത് നമ്മുടെ സ്നേഹത്തെ നമ്മൾ ചെയ്യുന്ന ചില നല്ല പ്രവൃത്തികളിൽ കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനെയാണ് ആക്ട്സ് ഓഫ് സർവീസസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് പാർട്ണറിന് വേണ്ടി കുക്ക് ചെയ്യുക, ഒരു കാര്യം ക്ലീൻ ചെയ്യുക, എന്തെങ്കിലും ഒരു പ്രിപ്പയറിങ് ആവശ്യമുള്ള ഒരു കാര്യം ഫിക്സ് ചെയ്ത് കൊടുക്കുക, വേണ്ട സമയത്ത് പെട്ടെന്നൊരു കാര്യം കണ്ടുപിടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആക്ട്സ്, അതായത് അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചുരുക്കത്തിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെയാണ് ആക്ട്സ് ഓഫ് സർവീസസ് എന്ന് പറയുന്നത്. ഈ ആക്ട്സ് ഓഫ് സർവീസസ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
അത് ആഗ്രഹിക്കുന്ന ആളിന്റെ അടുത്ത് പോയിട്ട് കുറെ വേർഡ്സ് ഓഫ് അഫർമേഷൻസ് കൊടുത്തിട്ട് കാര്യമില്ല. ആ വേർഡ്സിനേക്കാൾ ഉപരി അവർ ആഗ്രഹിക്കുന്നത് ഒരു പ്രവൃത്തിയായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം പാർട്ട്ണറിന് ഏതാണ് കൂടുതൽ ആഗ്രഹമുള്ളത്, അവരുടെ ലവ് ലാംഗ്വേജ് ഏതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്പർ 3, റിസീവിങ് ഓർ ഗിവിങ് ഗിഫ്റ്റ്സ്. അത് എക്സ്പെൻസീവ് ആയ ഗിഫ്റ്റ്സ് വേണമെന്നില്ല, പക്ഷെ എനിക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ട് ആ ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നല്ലോ. അത് ഫ്ലവേഴ്സ് ആവാം, ഒരു പൂവാകാം, അല്ലെങ്കിൽ ഒരു ആഗ്രഹിച്ച ഒരു സാധനമാകാം, എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനപ്പൊതിയാകാം. ഇത് കൊടുക്കുന്നതും വാങ്ങുന്നതും പലരുടെയും ലവ് ലാംഗ്വേജ് ആണ്. അത് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപാട് സന്തോഷം നമുക്ക് നമ്മുടെ പാർട്ണറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്പർ 4 എന്തായിരുന്നു? ഫിസിക്കൽ ടച്ച് അല്ലെ. അതായത് ക്ലോസ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്നേഹത്തിന് തീവ്രത കൊണ്ടുവരുന്ന ഒന്നാണ്. ഒന്ന് ചാഞ്ഞ് കിടക്കാൻ പറ്റുന്ന ഒരു ഷോൾഡർ ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. വിഷമത്തിൽ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ വാമായിട്ടുള്ള ഒരു ഹഗ് കിട്ടിയാൽ, ഒരു സോഫ്റ്റ് കിസ് കൊണ്ട്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കൈ കൊണ്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഒരാളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഫിസിക്കൽ ടച്ച് ആയിട്ടുള്ള ലവ് ലാംഗ്വേജ് ആണ് നിങ്ങളുടെ പാർട്ണറിനുള്ളതെങ്കിൽ വളരെ സോഫ്റ്റ് ആൻഡ് വാം ആയിട്ടുള്ള ഫിസിക്കൽ ടച്ച് കൊണ്ട് നിങ്ങൾക്ക് ആ ആളുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും പ്രവേശിക്കാൻ സാധിക്കും. നമ്പർ 5, ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടുന്നത്, വളരെ മീനിങ് ഫുൾ ആയിട്ട് സംസാരിക്കാനും കേൾക്കാനും പറ്റുന്ന ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇതാണ് ക്വാളിറ്റി ടൈം എന്നുള്ള ഒരു ലവ് ലാംഗ്വേജിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഇത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റെന്തൊക്കെ കൊടുത്തിട്ടും കാര്യമില്ല, ആ ഒരു ക്വാളിറ്റി ടൈം കിട്ടിയാൽ മാത്രമേ അവർക്ക് ഹാപ്പി ആവുകയുള്ളൂ. നല്ല ഒരു വാക്കിന് പോകുന്നതോ, അല്ലെങ്കിൽ ഒരു ഡീപ്പ് കോൺവെർസേഷൻ നടത്തുന്നതോ, ഒരു ദിവസത്തിലെ മുഴുവൻ വിവരങ്ങളും പങ്കുവെക്കുന്നതും ഒക്കെ ഇത്തരത്തിൽ ലവ് ലാംഗ്വേജ് ഉള്ളവർക്ക് വളരെ വളരെ ആഗ്രഹമുള്ള കാര്യങ്ങളായിരിക്കും. അത് മനസ്സിലാക്കി പെരുമാറാൻ പാർട്ണർ ശ്രദ്ധിച്ചാൽ ആ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലെ. ഇനി ഞാൻ ഈ അടുത്തിടെ ഉണ്ടായ ഒരു സർവേ റിപ്പോർട്ട് പറയാം കേട്ടോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. അത് US സർവേ ഫൈൻഡിങ്സ് ആണ്, ഹിംസ് 2025 സർവേ. ഈ സർവേ പ്രകാരം 31.5% ആളുകളും ക്വാളിറ്റി ടൈമാണ് ലവ് ലാംഗ്വേജ് ആയിട്ട് സ്വാംശീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 27.5% ആളുകൾക്ക് ഫിസിക്കൽ ടച്ച് ആണ് അവരുടെ ലവ് ലാംഗ്വേജ്. 15% ആളുകൾക്ക് മാത്രമാണ് ആക്ട്സ് ഓഫ് സർവീസസ് ലവ് ലാംഗ്വേജ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വേർഡ്സ് ഓഫ് അഫർമേഷൻ 15% പേർക്ക് തന്നെയാണ്. റിസീവിങ് ഓർ ഗിവിങ് ഗിഫ്റ്റ്സ് 11% ആളുകൾക്കാണ്. അപ്പോൾ ഈ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്വാളിറ്റി ടൈമാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ റീപ്ലൈ 2025 സർവേയുടെ ഒരു റിസൾട്ട് നമുക്ക് നോക്കാം. ഈ റിസൾട്ട് പ്രകാരവും ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വേ എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമാണ്. തേർഡ് വൺ ആക്ട് ഓഫ് സർവീസസും ആണ്. ഇനി മറ്റൊരു സ്റ്റഡി ഷെയ്ൻകോ 2021 സർവേ ആണ്. ഈ സർവേ പ്രകാരം 40% ആളുകളും ക്വാളിറ്റി ടൈമാണ് അവരുടെ പ്രൈമറി ലവ് ലാംഗ്വേജ്. അപ്പം ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ ലവ് ലാംഗ്വേജസ് ഉണ്ടാവാം, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി അങ്ങനെ. അപ്പോൾ ഇവിടെ പ്രൈമറി ലവ് ലാംഗ്വേജ് ആയിട്ട് കൂടുതൽ പേരും പ്രിഫർ ചെയ്തത് ക്വാളിറ്റി ടൈമാണ്. അതുപോലെ തന്നെ വേർഡ്സ് ഓഫ് അഫർമേഷൻ 18.5% ആളുകൾ ആണ് പ്രിഫർ ചെയ്തിരുന്നത്. നമ്മൾ പലതരത്തിലുള്ള പഠന റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലവ് ലാംഗ്വേജസ് എല്ലാവർക്കും ആഗ്രഹമുള്ളതും അവരത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ണറിന്റെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കുക, മൾട്ടിപ്പിൾ ലവ് ലാംഗ്വേജസിനുള്ള സ്പേസ് മനസ്സിലാക്കി പ്രൈമറി ഏതാണ്, സെക്കൻഡറി ഏതാണ്, ടേർഷ്യറി ഏതാണ് എന്ന് മനസ്സിലാക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ജെൻഡർ പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിലും ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ റിസൾട്ട് എന്ന് ഞാൻ വായിക്കാം. അതായത് ജെൻഡർ പ്രിഫറൻസ് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ക്വാളിറ്റി ടൈം ആണ്. അതുപോലെ തന്നെ അതിനുശേഷം ആക്റ്റീവ് സർവീസസ് ആണ് സ്ത്രീകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാലും ശരിയാണല്ലേ, ക്വാളിറ്റി ടൈമും ആക്റ്റീവ് സർവീസസും തന്നെ ആണ് ഒരുവിധപ്പെട്ട സ്ത്രീകളും പ്രിഫർ ചെയ്യുന്നത്. ഇനി കൂടുതൽ പുരുഷന്മാർ പ്രിഫർ ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ടച്ച് ആൻഡ് റിസീവിങ് ഓർ ഗിവിങ് ഗിഫ്റ്റ്സ് ആണ്. ഇനി ഏജ് വേരിയേഷൻസിന്റെ ഒരു പഠന പ്രകാരം
18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള യങ്ങർ ഇൻഡിവിജ്വൽസ് ഹയർ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് റിസീവിങ് ഓർ ഗിവിങ് ഗിഫ്റ്റ്സ് ആണ്. അതുപോലെ തന്നെ 30 വയസ്സിന് ശേഷമുള്ള ആളുകൾ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ക്വാളിറ്റി ടൈമിനും ആക്റ്റീവ് സർവീസസിനുമാണ്. ഇതും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പഠന റിപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ 1-2 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. ലവ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്, നമ്മൾ അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ പാർട്ണറെ ഹാപ്പി ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലവ് ലാംഗ്വേജസ് മനസ്സിലാക്കി ലവ് ലാംഗ്വേജസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സൈക്കോളജിക്കലി ഇതൊരു ഫിക്സ്ഡ് റൂൾ ഒന്നുമല്ല. നമ്മുടെ മനുഷ്യന്റെ മാനസികാവസ്ഥയും സാഹചര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ലവ് ലാംഗ്വേജസ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. അതായത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാള് ആ ആളുടെ ഏറ്റവും ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു കാര്യം ആ സ്ട്രെസ്ഫുൾ മൊമെന്റിലും വർക്ക് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ അതുകൂടി ശ്രദ്ധിക്കണം. അല്ലാതെ ഈ ആളുടെ ലവ് ലാംഗ്വേജ് ഇതാണ്, പക്ഷെ സ്ട്രെസ് എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പം ഈ ലവ് ലാംഗ്വേജിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വർക്കാവാതെ ഇരിക്കാം. അപ്പൊ അത് മനുഷ്യന്റെ മനസ്സാണ്, മാറ്റങ്ങൾ ഉണ്ടാവാം, സാഹചര്യങ്ങളാണ്. അത് മനസ്സിലാക്കി വേണം നമ്മൾ പെരുമാറേണ്ടത്. ഓരോ മനുഷ്യന്റെയും ഇമോഷണൽ നീഡ്സും അറ്റാച്ച്മെന്റ് സ്റ്റൈൽസും ഡിഫറെന്റ് ആയിരിക്കും. അതും ലവ് ലാംഗ്വേജസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അതും മറ്റുള്ള പങ്കാളി മനസ്സിലാക്കിയിട്ട് വേണം അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. കൾച്ചറൽ ആയ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. പലർക്കും ലവ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ ഒരു കൾച്ചറൽ ഡീപ്പ് റൂട്ടിങ് കണ്ടീഷനിങ് ഒക്കെ കാരണം ആ ഒരു ലവ് ലാംഗ്വേജ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റായികകൾ ഉണ്ടായിരിക്കാം. അതും പാർട്ണർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാം നമുക്കൊന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുന്നു എന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ്. അതുപോലെ തന്നെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ ആ വ്യക്തിയെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഫ്ലെക്സിബിലിറ്റിയും എമ്പതിയും എല്ലാത്തിലും ഉപരി മനസ്സ് തുറന്ന് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ലവ് ലാംഗ്വേജസിൽ കൂടി ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ്? നിങ്ങൾ എങ്ങനെ സ്നേഹിക്കപ്പെടണമെന്നാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? കമന്റ് ചെയ്യുമല്ലോ അല്ലെ?